Hello, welcome to AnoopTube. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി 1 മുതൽ 10 വരെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, പക്ഷേ നമ്മൾ എന്ത് വെച്ചിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ത്രെഡ് എന്താണെന്നും ത്രെഡിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ത്രെഡ് എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ത്രെഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പാരലലി നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ്, അതായത് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ നമുക്ക് പാരലലി നമുക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ത്രെഡ്സ് എന്ന് പറയുന്നത്. ത്രെഡ് എല്ലാം നമ്മൾ എത്ര ത്രെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെല്ലാം പാരലലി ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് 1 മുതൽ 10 വരെ നമുക്ക് എങ്ങനെ സീക്വൻഷ്യലായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് പോകാം എന്നാണ് നമ്മൾ ഈ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ത്രെഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തരുന്നില്ല, ജസ്റ്റ് ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് സംഭവം ഒന്ന് റൺ ചെയ്യുന്നത് മാത്രം ഒന്ന് ഐഡിയ വരാം എന്താണ് ത്രെഡ് എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ത്രെഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഡിവിജ്വലി റൺ ചെയ്യുന്ന പാരലി റൺ ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് റൺ ചെയ്യുന്നത് മെയിനിൽ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രെഡിൻ്റെ വെക്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ത്രെഡിൻ്റെ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 ത്രെഡ്സ് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ത്രെഡിൻ്റെ ഒരു വെക്ടർ ഉണ്ടാക്കിയിട്ട് അതിനെന്ത് ചെയ്യും, സിംപിളി എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ത്രെഡിൻ്റെ വെക്ടർ ഉണ്ടാക്കി, അതിലോട്ട് ഓരോ ത്രെഡ് വെക്ടറിലോട്ടും ഓരോ ത്രെഡിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രിൻ്റ് എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് പുഷ് ബാക്ക് ചെയ്തു. ഓക്കെ, ഈ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ട് പുഷ് ബാക്ക് ചെയ്തു. ഈ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിംപിളി 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സിംപിളി അതാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ട് 5 ത്രെഡ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ലെസ് ദാൻ 5 വരെ കൊടുക്കുന്നത്, 0 മുതൽ ലെസ് ദാൻ 5 വരെ കൊടുത്തിരിക്കുന്നത്, അതായത് 5 ത്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. ഈ 5 ത്രെഡിന് നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പാരലലി എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ 5 ത്രെഡിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മെയിൻ ത്രെഡിനോട് ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് കമ്പൈൽ ചെയ്തിട്ട് കാണിച്ചു തരാം. കമ്പൈൽ ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1 2 3 4 5 6 7 9 10 എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് 1 1 ഒന്നുകൂടി പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിന് വീണ്ടും ഒന്നുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, വീണ്ടും ഇതിനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് പാരലലിയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ഇഷ്ടമുള്ള പോലെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഫസ്റ്റ് വരുന്ന ത്രെഡ് ചിലപ്പോൾ ലാസ്റ്റ് ഓഫ് എക്സിക്യൂട്ടീവ്, അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനെ എങ്ങനെ റൺ ചെയ്യുന്നു എന്ന രീതിയിലാണ് അതിനെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഈ ത്രെഡുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സിങ്ക്രണൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 1 മുതൽ 10 വരെയാണ് പ്രിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പർട്ടിക്കുലർലി ഇങ്ങനെ ഒരു കണ്ടീഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മ്യൂടെക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അപ്പോൾ മ്യൂടെക്സ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ്സിനെ നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് മ്യൂടെക്സ്. ഓക്കെ, മ്യൂടെക്സ് അല്ലെങ്കിൽ സെമാഫോർ എന്ന് പറയും, പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മ്യൂടെക്സ് ആണ്. മ്യൂടെക്സ് എന്ന് പറഞ്ഞാൽ സിംപിളി ലോക്കിംഗ് ആൻഡ് അൺലോക്കിംഗ് മെക്കാനിസം ആണ്. ഓക്കെ, അപ്പോൾ ഒരു ത്രെഡ് നമ്മളൊരു പർട്ടിക്കുലർ സമയത്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഈ കൗണ്ടിനെ കൂട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ത്രെഡിനെ ലോക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ആ ഇതിനെ നമുക്ക് വേറെ ആൾക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ അത് ചെയ്തതിന് ശേഷം മാത്രമാണ് അൺലോക്ക് ചെയ്യും. അപ്പോൾ മാത്രമേ അടുത്ത ത്രെഡിനെ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇൻക്ലൂഡ് മ്യൂടെക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, മ്യൂടെക്സ് എന്ന് പറഞ്ഞാൽ ഹെഡർ ഫയൽ വെച്ചിട്ടാണ് നമ്മളിതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്കൊരു വേരിയബിൾ ഉണ്ടാക്കണം. STD മ്യൂടെക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കുക. മ്യൂടെക്സ് M എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി. ഓക്കെ, അതിനുശേഷം ഈ വൈൽ ലൂപ്പിന് അകത്ത് നമ്മൾ എപ്പോഴാണോ ഈ കൗണ്ടിനെ ആക്സസ് ചെയ്യുന്നത് അതിന് മുമ്പ് എന്ത് ചെയ്യണം, അതിനെ യൂസ് ചെയ്യണം, അതിനെ ലോക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൗണ്ടിനെ ആക്സസ് ചെയ്യാൻ പോകണം. കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതിനെ ലോക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ M.lock എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു. അതിനുശേഷം നമ്മൾ എപ്പോഴാണോ ഇതിനെ യൂസ് ചെയ്ത് കഴിഞ്ഞത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അൺലോക്ക് ചെയ്യണം. അപ്പോൾ M.unlock എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് എപ്പോഴാണ് വരികയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും G++ ആൻഡ് A.out എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടോ ത്രെഡ് ഒന്നും എക്സിക്യൂട്ട് ആവുന്നില്ല. ഞാൻ വീണ്ടും ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ത്രെഡ് എക്സിക്യൂട്ട് ആവുന്നില്ല. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിട്ട് അൺലോക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ലോക്കിംഗ് മാത്രമേ നടന്നുള്ളൂ, ഇവിടെ അൺലോക്കിംഗ് എവിടെയും നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് എൽസ് പാർട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, അൺലോക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എൽസ് പാർട്ടിലൂടെ ഞാനൊന്ന് അൺലോക്ക് ചെയ്ത് കാണിച്ചു തരാം. M.dot പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു. ഓക്കെ, അതിനുശേഷം സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്ന് കമ്പൈൽ ചെയ്തു. അതിനുശേഷം വീണ്ടും ഒന്ന് റൺ ചെയ്തു. അപ്പോൾ കണ്ടോ 1 2 3 4 5 6 7 8 10 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഔട്ട്പുട്ട് തന്നെ കിട്ടും, ഒരു വ്യത്യാസം വരില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് സിംപിളി ആയിട്ട് നമ്മളൊരു
മ്യൂടെക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂയിലോ എവിടെയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം ഇതേപോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് സീക്വൻഷ്യലായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സിങ്ക്രണൈസേഷൻ മെക്കാനിസം യൂസ് ചെയ്യണം. അതൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടീഷണൽ വേരിയബിളോ അല്ലെങ്കിൽ ഒരു മ്യൂടെക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെമാഫോർ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ യൂസ് കേസ് വെച്ചിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ത്രെഡിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.